നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണോ? വാ ബ്രദറെ. അനങ്ങണ്ട, സ്റ്റാച്ചു ആയിട്ട് നിന്നാ മതി. അവളുമാരും ഒന്ന് കാല് പിടിച്ച് മോപ്പ് പറയട്ട. വാ. അവരവിടെ ഒച്ച വെക്കരുത്, അവരുറങ്ങി. നിങ്ങൾ വാ. കുഴപ്പമാവോ? ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി. വാ വാ വാ. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല. സാരമില്ല, റൂമിൽ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കിടന്നു. ചെല്ല് ചെല്ല്. ശബ്ദം ഉണ്ടാക്കട്ടെ. നിക്ക. ഈശോ. മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. കണ്ടാലറിയാം, കുറച്ച് ഗുണ്ടായിസൊക്കെ ഉണ്ടല്ലേ. അടിയോ ഇടിയോ ഉണ്ടാക്കിയിട്ട് പിന്നിങ്ങോട്ട് കയറി വന്നേക്കരുത്. ഓ, അങ്ങനെ എന്തേലും ഉണ്ടായെന്ന് അറിഞ്ഞാ ആ നിമിഷം ഇവിടെ ഇറക്കി വിടും. പറഞ്ഞേക്കാം. ചെല്ലേ. ഓ, ഗുഡ് നൈറ്റ്. എന്താ ഇത്? ജയില? വെള്ളം അടിക്കാൻ പാടില്ല, ബീഡി വലിക്കാൻ പാടില്ല. എനിക്കിടെ പ്രാന്ത് കയറിയാലുണ്ടല്ലോ. ഒന്നുമില്ല ബ്രദറെ, ഒക്കെ ശരിയാവും. കുടിക്കും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റർ താനെ ശരിയായിക്കോളും. എന്ത് കല്യാണം? പള്ളി പറഞ്ഞാ മതി. എനിക്ക് വേണ്ട വേണം ഭദ്രകാളി. ബ്രദറിന് കറക്റ്റ് മാച്ചാ. ബ്രദർ കെട്ടിക്കോളെ. അയ്യേ, ബ്രദർ എന്താ പറയുന്നത്? അത് ബ്രദർ കെട്ടാൻ പോണ പെണ്ണ ഞാൻ ആ കുട്ടിയെ സിസ്റ്ററായിട്ട് കണ്ടുപോയി. ബ്രദർ വെള്ളം കുടിക്കും. അല്ല, ബ്രദർ വെള്ളം കുടിക്കും. മാത്രമല്ല, അത് ബ്രദറിന് പറ്റിയ പെണ്ണ് തന്നെയാ. ബ്രദറിനെ ഒന്ന് വഴക്ക് പറയാനോ ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ അവള് തന്നെ വേണം. പിന്നെ പേടിപ്പിക്കാൻ ഇനി വരട്ടെ. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ചവിട്ടിയെടുത്ത് പുറത്ത് എന്താ? ഉറങ്ങിയോ? അല്ല, ആരെയാ ചവിട്ടി പുറത്തിടുമെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്നെയാണോ? കാല് തുടക്കാൻ ഒരു ചവിട്ടിയെടുത്ത് പുറത്തിടണമെന്ന് പറയായിരുന്നു ബ്രദറിനോട്. മുട്ടി മുഴുവൻ പൊറിയാകുമേ. ബ്രദറെ, മുറി മുഴുവൻ പൊറി. മുറി മുഴുവൻ പൊടിയാകുമേ. ആ ശരി. നിങ്ങൾ കഴിച്ചതാണോ? ഒരു ചെറുത്. അതല്ല, ഭക്ഷണം കഴിച്ചതാണോന്ന്. അതെ, ഒരു ചെറുതായിട്ടൊരു ഭക്ഷണം കഴിച്ചു. സത്യം പറ, കഴിച്ചോ? ചൈനീസ് ഫുഡ് കഴില്ല. ബ്രദറെ, ശരി ശരി, താഴേക്ക് വാ. അയ്യയ്യയ്യയ്യയ്യ, എന്താ ബ്രദറെ ഇത്? നാണക്കേട്. എന്ത് കണക്കേട്? വിശന്നിട്ട് കണ്ണു കള്ളുക. ബ്രദർ വന്നില്ലേ? ഞാനങ്ങ് വരുന്നു. കഴിക്കണല്ലേ? ഞാൻ പോവാ. ബ്രദർ നല്ല കോഴിയിറച്ചിയുടെ പണം. താങ്ക് യു മാഡം. കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ചോറുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് കഴിച്ചില്ലല്ലോ. അല്ല, കണ്ടാലറിയാലോ അല്ലോ അല്ലേ? അതെ, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ ആക്രാന്തം. മതി മതി മതിയെങ്കിൽ സാറേ എഴുന്നേറ്റോ. പൊക്കെ. അവന്റെ ഒരു കോമഡി. നിങ്ങൾ ബ്രദേഴ്സ് ട്വിൻസ് ആണോ? അല്ല, ക്രിസ്ത്യൻസാ. സത്യം അതല്ലടോ, നിങ്ങൾ ഇരട്ടകളാണോന്ന്. അതെ. പിന്നെന്താ ഒരാൾ മാത്രം കറുത്തുപോയത്? അങ്ങനെയൊന്നുമില്ല. അതെ, പ്രസവിച്ചപ്പോ എന്നെ അമ്മ കൃത്യസമയത്ത് തന്നെ പ്രസവിച്ചു. ബ്രദറിനെ പ്രസവിക്കാൻ കുറച്ചു വൈ. അപ്പൊ അത്രയും സമയം കൂടെ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ബ്രദർ മുരിഞ്ഞ് സ്വല്പം കരിഞ്ഞുപോയി. എന്റെ ഒരു തമാശനെ. വലിയ തമാശക്കാരനാണല്ലേ? കൂടുതൽ പരിചയപ്പെടുമ്പോ അറിയാം, എന്നോട് സംസാരിച്ചാൽ ചിരിച്ചിരിച്ച് ചാകും. അതെ, ചാകാൻ നടക്കുന്ന പലരും ബ്രദറിനെ പരിചയപ്പെടാൻ വേണ്ടി വരാറുണ്ട്. നന്നായി. ഒരാളുടെയും കുറവ് പറഞ്ഞ് മിടുക്കനാവരുത്. അതിനാര് കുറവ് പറഞ്ഞു? കറുപ്പിത്തിരി കൂടുതലാണെന്നല്ലേ പറഞ്ഞുള്ളൂ, ഇല്ലേ? ദേ, ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. നിങ്ങളെ രണ്ടുപേരെയും കണ്ട ബ്രദേഴ്സ് ആണെന്ന് തോന്നുകയില്ല, ഇരട്ടകളാണെന്ന് പ്രത്യേകിച്ചും. രണ്ടപ്പനുണ്ടായ പോലെ അല്ലേ? അയ്യോ, എന്നല്ല ഞാൻ പറഞ്ഞത്. ബ്രദർ കഴിക്കുന്നില്ലേ? വേണ്ട, വയറ് നിറഞ്ഞു.
റെഡിയാക്കിയോ? മതി. സാരമില്ല, നിങ്ങൾ കഴിക്കും. താൻ ഇവിടെ കിടക്കുമായിരുന്നു. മറ്റേ ആളെവിടെ? ബ്രദർ കിടന്നു. അയാൾക്ക് വിഷമായില്ലേ? ഏയ്, അതൊന്നും സാരമില്ല. ബ്രദറിൽ നിന്ന് കേട്ട് കേട്ട് ശീലമായിപ്പോയി. കോലാലംപൂരിൽ ഏതൊരു ആശുപത്രിയിലാണ് ഞങ്ങൾ ജനിച്ചത്. അന്ന് ആശുപത്രിയിലാണെന്ന് ഏതൊരു ആക്രമണത്തിലും പൊട്ടിത്തെറിയിലും പപ്പയും അമ്മയും മരിച്ചു. പിന്നീട് അങ്കിളും ആൻറ്റിയും ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, കോട്ടയത്തേക്ക്. അന്നത്തെ ആ ബഹളത്തിൽ ഒരു കുഞ്ഞ് മാറിപ്പോയിന്ന ആൻറ്റിയുടെ അങ്കിളിനെയും തോന്നൽ. സാമ്യമില്ലാത്ത ഇരട്ടകൾ ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടും അവർക്ക് അംഗീകരിക്കാനായില്ല. അതിൻ്റെ അവഹേളനവും ഒറ്റപ്പെടുത്തലും ഒത്തിരി അനുഭവിച്ചതാ ബ്രദർ. എല്ലാവർക്കും അവൻ അന്യനായിരുന്നു, അധികപ്പെട്ടായിരുന്നു. അവനെ രണ്ട് കൈയും തോളത്തിട്. വെരി ഗുഡ് ബ്രദറെ വാ. ഓക്കെ. ഞങ്ങളുടെ ഒരു ഫോട്ടോ. അത് ഓക്കെ ആയിരുന്നു. സാറേ, നാടകത്തിൽ ലവകുശന്മാരായിട്ട് അഭിനയിക്കാൻ ഇരട്ടകളാണെന്ന് പറഞ്ഞില്ലേ? ദേ ഇവരെ ഇരട്ടകളാ. ഇരട്ടകളാണെന്ന് ഒരേപോലെ ഇരിക്കുന്നു. ഇരട്ടകളാണ്, ഇങ്ങനെ തന്നെ വേണം. എടാ, ശരിക്കും നിങ്ങൾ ഒരു തന്തയ്ക്ക് ഉണ്ടായത് തന്നെയാണ്. എനിക്ക് സങ്കടമാകുന്നതും ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ കൊച്ചാകുന്നതുമാണ് ബ്രദറിന് സഹിക്കാത്തത്. ബ്രദർ അന്നും എന്നും വിശ്വസിക്കുന്നുണ്ട് ബ്രദർ എൻ്റെ സ്വന്തം ബ്രദറല്ല. ബ്രദർ എനിക്കൊരു ബാധ്യതയാണ്. ബ്രദറെ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ബ്രദർ എങ്ങോട്ടാ? ഞാൻ പോവാ. ശരിക്കും നിന്റെ ബ്രദറിനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുതരും. വേണ്ട, നീയാ എൻ്റെ ബ്രദർ, നീ മാത്രം. വാ, തിരിച്ചു പോവാ. വേണ്ട, ഞാനില്ല അങ്ങോട്ട്. എന്നാ ഞാനും വരാം. ബ്രദറിൻ്റെ കൂടെ ഞാനും ഉണ്ട്, ബ്രദർ എവിടെ പോയാലും. പക്ഷെ ബ്രദറിൻ്റെ തീരുമാനം ഉറച്ചത്. എന്തെങ്കിലും എൻ്റെ ഇരട്ട സഹോദരനെ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് എനിക്കൊരിക്കലും ഒരു ബാധ്യത ആവാതെ എന്നേക്കുമായി എന്നെ വിട്ടു പോകും. പക്ഷേ ബ്രദറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും.